കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പരകാല പ്രഭാകർ. നിർമ്മലയുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോദി സർക്കാരിനെയും BJPയുടെ തലതിരിഞ്ഞ നയങ്ങളെയും എന്നും തുറന്ന് എതിർക്കുന്ന വ്യക്തി എന്ന പേരിലാണ് പരകാല പ്രഭാകർ പ്രശസ്തനാകുന്നത്. വീണ്ടും പരകാല പ്രഭാകർ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. ബീഹാർ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗിൽ അട്ടിമറി നടന്നുവെന്നാണ് പരകാല പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ട് തട്ടിപ്പ് നടന്നുവെന്നും അട്ടിമറിയിലൂടെയാണ് ബീഹാറിന്റെ ഭരണം NDA നേടിയതെന്നും പരകാല പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബീഹാർ അത്ഭുതം ഡീകോഡ് ചെയ്യുന്നു എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം കള്ളക്കളികൾ പുറത്തുവിടുന്നത്. എക്സിൽ പങ്കുവച്ച 12 പോസ്റ്റുകൾ അടങ്ങിയ ത്രെഡിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അദ്ദേഹം ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളും കണക്കുകളും അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പരകാല പ്രഭാകർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൊത്തം വോട്ടർമാർ 7,45,26,858 പേരാണ്. നവംബർ 11 കണക്ക് പ്രകാരമാണ് ഇത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതനുസരിച്ച് പോളിംഗ് ശതമാനം 67.13%. അങ്ങനെ നോക്കുമ്പോൾ പോൾ ചെയ്തതായി കണക്കാക്കാവുന്ന വോട്ടുകൾ 5,29,880 ആണ്. എന്നാൽ 243 മണ്ഡലങ്ങളിലായി എണ്ണിയ വോട്ടുകൾ 5,02,70,553 ആണ്. ചെയ്ത വോട്ടുകളേക്കാൾ വോട്ട് എണ്ണിയപ്പോൾ 1,77,673 വോട്ടുകൾ അധികമായി വന്നു. ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന് പരകാല പ്രഭാകർ ചോദിക്കുന്നുണ്ട്. എണ്ണിയ വോട്ടുകളിൽ ഈ 1,77,673 എണ്ണം അധികമായി വന്നത് എവിടെ നിന്നാണ്? അത് എങ്ങനെ സംഭവിച്ചുവെന്ന് കമ്മീഷൻ രാജ്യത്തോട് വെളിപ്പെടുത്തണമെന്ന് പരകാല ആവശ്യപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർമാരുടെ എണ്ണത്തിൽ കമ്മീഷൻ പലതവണ മാറ്റം വരുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2025 സെപ്റ്റംബർ 30 വോട്ടർ പട്ടിക പുതുക്കലിന് ശേഷം ആകെ വോട്ടർമാർ ഏകദേശം 7.42 കോടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. കൃത്യമായ സംഖ്യയ്ക്ക് പകരം എന്തുകൊണ്ടാണ് ഏകദേശം എന്ന കണക്ക് നൽകിയതെന്നാണ് അടുത്ത ചോദ്യം. ഒക്ടോബർ 6 സർവീസ് വോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തി ഈ സംഖ്യ 7,45,976 പുതുക്കി. നവംബർ 11 വോട്ടെടുപ്പിന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ച് 7,45,26,858 എന്ന് കാണിച്ചു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില ചോദ്യങ്ങൾ പരകാല പ്രഭാകർ ചോദിക്കുന്നുണ്ട്. പോൾ ചെയ്ത വോട്ടുകളുടെ കൃത്യമായ എണ്ണം സംസ്ഥാനാടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ്? പോളിംഗ് ശതമാനം നൽകാൻ കഴിയുന്ന കമ്മീഷന് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വെളിപ്പെടുത്താൻ എന്താണ് തടസ്സം? ഇതൊരു സ്വാഭാവിക പിഴവാണോ, അതോ കഴിവുകേടോ അശ്രദ്ധയോ എന്നും ചോദിക്കുന്നുണ്ട്. അതോ ഏതെങ്കിലും ഒരു പാർട്ടിയെ സഹായിക്കാനായി ബോധപൂർവം സൃഷ്ടിച്ച പുകമറയാണോ ഇതെന്ന് ചോദിക്കുന്ന പരകാല BJPയുമായുള്ള കമ്മീഷന്റെ രഹസ്യ ഡീലിംഗ്സിനെയാണ് പരാമർശിക്കുന്നത്. തങ്ങൾ നിയമത്തിനും അതീതരാണെന്ന അഹങ്കാരമാണോ കമ്മീഷന് എന്ന രൂക്ഷമായ ചോദ്യവും പരകാലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ക്രമക്കേടിലൂടെ നേട്ടമുണ്ടാക്കിയവർ ഇതൊന്നും അറിയാത്തവരാണോ എന്നും ജനങ്ങളുടെ ഹൃദയം കവർന്നാണ് തങ്ങൾ ജയിച്ചതെന്ന് അവർ സത്യമായും വിശ്വസിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം പരിഹസിച്ചു. 243 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രേഖകളുടെ സ്ക്രീൻഷോട്ടുകൾ കൈവശമുണ്ടെന്നും പരകാല പ്രഭാകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രേഖകൾ വൈകാതെ പുറത്തെത്തിക്കുമെന്നും അതിനു മുൻപ് തന്നെ കമ്മീഷൻ മുകളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ അധികമായി വന്ന വോട്ടുകളെ പറ്റിയാണ് പരകാല പ്രഭാകർ എടുത്തു പറയുന്നത്. നേരത്തെ RJDയും സമാന രീതിയിലുള്ള സംശയം ഉന്നയിച്ചിരുന്നു. NDA കക്ഷികൾക്ക് വിജയിക്കാൻ EVMൽ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ 25,000 വോട്ടുകൾ സെറ്റ് ചെയ്തു എന്നായിരുന്നു അവരുടെ ആരോപണം. ഇപ്പോൾ പരകാല പ്രഭാകർ ചോദിച്ച ചില ചോദ്യങ്ങളിലൂടെയും കണ്ടെത്തലുകളിലൂടെയും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച സംശയങ്ങൾ ശരിയായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് കൂടി വ്യക്തമായിരിക്കുകയാണ്.